നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പ്രപഞ്ചത്തിൽ ഒന്നും യാദൃച്ഛികമല്ല. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് പോലും ഒരു സൂചനയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന ഭാഗ്യ വഴിത്തിരിവുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് 2 തത്തകളെയാണ്. ഒരു പച്ച തത്ത, ഒരു മഞ്ഞ തത്ത. തത്ത എന്ന പക്ഷി ബുദ്ധിയുടെയും സന്ദേശത്തിന്റെയും പ്രതീകമാണ്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സന്ദേശത്തെ വെളിപ്പെടുത്തും. നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു തത്തയെ തിരഞ്ഞെടുക്കുക. ദൈവത്തെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന നിറം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഈ തൊടുകുറി വീഡിയോകൾ നിങ്ങൾ കാണുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ആഗ്രഹം കൊണ്ടു നടക്കുകയാണ്. അതൊരു പക്ഷേ നടന്നു കിട്ടാൻ വളരെയധികം തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകാം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ഇതുപോലുള്ള ഈ തൊടുകുറി വീഡിയോകൾ കാണുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. വാസ്തവം പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കപ്പെടുന്ന ആ പ്രപഞ്ച ശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തി തരുന്നത്. ഇത് പറയാൻ കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. അതായത് ഈ വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിങ്ങളോട് പറയും. അതോടുകൂടി ഈ സംഭവം നിങ്ങളിൽ യാഥാർത്ഥ്യമായി മാറുന്നു. ഇതാണിവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ശരി, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ വെച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം ഏതോ ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം ഉറപ്പായും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താവുന്നതുമാണ്. ഇനി ആദ്യത്തെ, അതായത് 1ാമത്തെ ചിത്രമായ പച്ചത്തത്തയെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഈ സത്യസന്ധത നിങ്ങളുടെ കൂടപ്പിറപ്പാണ്. എന്നാൽ പല അവസരങ്ങളിലും ഈ സത്യസന്ധത നിങ്ങൾക്ക് വിനയായിട്ടുമുണ്ട്. അതായത് ചില ആളുകളുടെ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ തോന്നിവാസങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്തത് അവർക്ക് ഇഷ്ടമായില്ല. ഇത് സമൂഹത്തിലാകാം, ജോലി സ്ഥലത്താകാം, അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിലും ആകാം. അവർ ഇപ്പോൾ നിങ്ങളെ കീരിയും പാമ്പും പോലെയാണ് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് പിടികിട്ടുന്നതുമാണ്. പക്ഷേ അവർ നിങ്ങളോട് എത്ര തരത്തിൽ ദുഷ്ടത്തരം കാണിച്ചാലും ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളിൽ വളരെയധികം ദൈവാധീനമുണ്ട്. നിങ്ങൾ ഏത് ദുർഘട പ്രതിസന്ധിയിൽ പോയി പെട്ടാലും അവസാനം ഈശ്വരകാരുണ്യം കൊണ്ട് നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ്. അതുപോലെ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം അത് നിങ്ങളുടെ ഒരു മഹിമയാണെന്ന് തോന്നുമെങ്കിലും അതൊരു ബലഹീനതയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതെന്തെന്നാൽ മറ്റൊരാൾക്ക് യാതൊരു ദ്രോഹവും നിങ്ങൾ ചെയ്യില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ വരെ നിങ്ങളിൽ പലർക്കും നഷ്ടമായിട്ടുണ്ട്. അതായത് നിങ്ങളിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളെ സെന്റിമെന്റ്സ് കൊണ്ട് കരഞ്ഞു കാണിച്ച് നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ബന്ധുക്കളും ആകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് പിടികിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു എന്നു പറഞ്ഞാൽ ഈ മറ്റൊരാളുടെ വിഷമം കണ്ടാൽ അവരുടെ ആ പ്രാരാബ്ധം കൂടി നിങ്ങൾ ഇങ്ങോട്ട് സ്വയം ഏറ്റെടുക്കുന്നതാണ്. ഇത് പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ വരെ താളം തെറ്റിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഒരു പരിധിവരെ ബന്ധുക്കളും സുഹൃത്തുക്കളും വേണ്ടത് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ മുൻപിൽ വന്ന് ഒരു സങ്കടം പറഞ്ഞാൽ നിങ്ങൾ പഴയതെല്ലാം മറക്കും. ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതെല്ലാം അവർക്ക് നിങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. അവസാനമായി നിങ്ങൾക്ക് പറയാൻ പോകുന്ന അതിപ്രധാന കാര്യം നിങ്ങളിൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. ഒരു കുടുംബം കലക്കി നിങ്ങളുടെ വീട്ടിൽ ചുറ്റിക്കൂടിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഒരു സ്ത്രീയാകാം,
അല്ലെങ്കിൽ ഒരു പുരുഷനാകാം. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആകണമെന്നുമില്ല, ജോലി സ്ഥലത്തും ആകാവുന്നതാണ്. എന്തായാലും ശരി, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ നീക്കങ്ങളെല്ലാം അത്രയധികം നിങ്ങൾ വിശ്വാസമുള്ളവരുമായി മാത്രമേ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു വേള കുടുംബകലഹങ്ങൾ വരെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ അത് കാരണമായേക്കാം എന്നാണ് തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 21 ദിവസത്തിനുള്ളിൽ ഒരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഇതൊരു നല്ല ഉത്തമ സുഹൃത്താകാം, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയാകാം, അതുമല്ലെങ്കിൽ ഇരു ശരീരവും ഒരു മനസ്സും എന്ന പോലുള്ള ഒരു ആത്മാർത്ഥ കാമുകിയും കാമുകന്മാരും ആകാവുന്നതാണ്. ഇത് പറയാൻ കാരണം ഇത് നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും. ഈ പറഞ്ഞതിൽ ഏതാണ് നിങ്ങളെ സമീപിക്കുന്നത് എന്ന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിൽ ഒരെണ്ണം മാത്രം ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ഇവിടെ പറയുവാൻ സാധിക്കില്ല. എന്തായാലും ശരി, ഈ പറഞ്ഞതുപോലെ ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ ഒരു ഉത്തമ സഹായി നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ്. ഇനി ഒരു പക്ഷേ ഓൾറെഡി അവർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇൻആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ വരുന്ന 21 ദിവസങ്ങൾക്കുള്ളിൽ അത് ആക്റ്റീവ് ആകുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നത്. ഇത്രയുമാണ് 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള പച്ച നിറത്തിലുള്ള തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തത് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള മഞ്ഞ നിറത്തിലെ തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്, എത്ര വലിയ ഊരാക്കുടുക്കിൽ നിങ്ങൾ പെട്ടാലും ശരി, അവിടെ നിന്നും തന്ത്രപൂർവം ഒഴിഞ്ഞു മാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഒരു കഴിവ്, ഒരു കാര്യം ഇവിടെ പറയാതെ വയ്യ. അതായത് വളരെ ലോല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. ഇത് പറയാൻ കാരണം നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിലും മുഖം കറുത്ത് അവരൊന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കത് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നതുമാണ്. ഒരു പക്ഷേ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഒന്ന് കരഞ്ഞു പോകും. ഇത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് അവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരു വിപരീത ദിശയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്കത് സഹിക്കുവാൻ സാധിക്കില്ല. ഇത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പിന്നീട് നിങ്ങളെ മുതലെടുത്ത് പലരും നിങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം നിങ്ങൾ വളരെ അതിവിദഗ്ധമായി തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രസന്റ് അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസത്തോടെയുള്ള ജീവിതം തള്ളി നീക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങൾ ഒന്നും മിണ്ടാതിരുന്നാലും ശരി, മറ്റുള്ളവർ നിങ്ങളെ അകാരണമായി ദ്രോഹിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായി ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. അതുകൂടി പറഞ്ഞ ശേഷം നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ശത്രുദോഷം നിങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെങ്കിലും പലരും നിങ്ങളുടെ കഴിഞ്ഞകാല വളർച്ചയിൽ അസൂയ ഉള്ളവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും എന്തൊക്കെയുണ്ട് എന്നാണ് അവരുടെ ധാരണ. ഒരു പക്ഷേ അതാകാം നിങ്ങളോടുള്ള ഈ ശത്രുതയ്ക്ക് കാരണമാകുന്നത്. എന്താണെങ്കിലും അസൂയയിൽ നിന്ന് ഉടലെടുത്ത ശത്രുവാണ് അവർക്കുള്ളത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ആർഭാടങ്ങളൊക്കെ ഒന്നും പോകാതെ ഒരു സാധാരണക്കാരൻ എന്ന പോലെ കുറച്ചു നാളത്തേക്കെങ്കിലും സൗമ്യമായിട്ട് ജീവിക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ സ്വയം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്. അതോടുകൂടി ഈ ശത്രുദോഷവും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. ഇനി നിങ്ങളെ തേടി വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ തൊടുകുറി ഫലത്തിന്റെ ദൃഷ്ടിയിൽ പറയാൻ പോകുകയാണ്. നിങ്ങൾ ഒരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ
നിങ്ങളിൽ ഉദ്ദേശിച്ചതിലും അധികം ശമ്പളമുള്ള ഒരു ജോലി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇനി അതല്ല, നിങ്ങളൊരു വസ്തു കച്ചവടം ചെയ്യുവാൻ നോക്കിയിട്ട് അത് മാസങ്ങളായി നിങ്ങൾ ശ്രമിച്ചിട്ടും നടന്നില്ല. അങ്ങനെ ആ ഒരു സങ്കടത്തിലിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു തുകയേക്കാൾ മുകളിൽ നിങ്ങളുടെ വസ്തു വിറ്റുപോകുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങളൊരു വാഹനം ലോണായിട്ട് മേടിക്കണമെന്ന്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരു വാഹനം മേടിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഈ വരുന്ന ഓണത്തിനു മുൻപായി അത് നിങ്ങൾക്ക് സഫലമായി കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞ തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.